ഹലോ, ചെറുപയർ പരിപ്പും മുളപ്പിച്ച പയറും പിന്നെ മുട്ടയും കൊണ്ടൊരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിലോ? എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ 3 ചേരുവകളും ചേർത്ത് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മതി ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് അതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒത്തിരി ഒന്നും ബ്രൗൺ ആവണ്ട. അപ്പോൾ ഒരുമാതിരി വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, അത് 3 നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും, അതും ആ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ, നമ്മളിപ്പോൾ ഒരു ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെയും നമ്മൾ കടുക്ക ആഡ് ചെയ്യുമ്പോൾ വേറെ ടൊമാറ്റോ ആഡ് ചെയ്യും. എന്നിട്ട് ടൊമാറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് മാഷായി കിട്ടിയാൽ മതി. അതുവരെ അതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. അത് വഴറ്റി റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു പ്രഷർ കുക്കർ എടുത്തു. ആ പ്രഷർ കുക്കറിലോട്ട് നല്ല മുളപ്പിച്ച പയർ, ഏകദേശം 1 കപ്പ് മുളപ്പിച്ച പയർ, ഇത് വൻപയറും ചെറുപയറും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറുപയർ പരിപ്പ് 1 ഗ്ലാസ്, 1 കപ്പ്, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഴറ്റിയ മസാലകളുണ്ടല്ലോ, അതായത് തക്കാളിയും സവോളയും എല്ലാം കൂടെ വഴറ്റിയ ആ മസാലയും ആ പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പാൻ തന്നെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നല്ല ബട്ടറും കൂടെ ഇട്ട് കൊടുക്കണം. ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അതിൻ്റെ വിസിലും വെച്ച് കൊടുത്തിട്ട് ഒരു 2 വിസിൽ മതി. 2 വിസിൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ വെയിറ്റ് ഇട്ടു. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ആ ചാറൊക്കെ കുറുകി ആ പരിപ്പും മുളപ്പിച്ച പയറും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി ചാറില്ല. ഈ പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് നീണ്ട പോലെ ചാറൊന്നും ഈ കറിക്ക് ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു തടുക്കയും കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്കൊരു പാനിൽ ചൂടാക്കി അതൊന്ന് ബട്ടർ മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ, ഓയിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അത് നമുക്ക് അതിനകത്തിട്ട് ആ ബട്ടറിൽ കിടന്ന് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് വീണ്ടും ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഒരു പകുതി സവാള മതി. നമ്മൾ ആദ്യമേ തന്നെ ഒരു സവാള ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീണ്ടും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പകുതി വാടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാം. അത് ഞങ്ങൾ കുറച്ച് പൊതുവേ എരിവ് കുറവ് കഴിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവണ്ട. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു ചെറിയ തക്കാളി, നേരത്തെ നമ്മളൊരു വലിയ തക്കാളി ആഡ് ചെയ്ത് ഇപ്പോൾ ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതും ആ സവാളയുടെ കൂടെയൊക്കെ ഇട്ടൊന്ന് വഴറ്റി വരണം. അതും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് ആ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേവിച്ച് വെച്ച ആ പരിപ്പും മുളപ്പിച്ച പയറും ഇതെല്ലാം കൂടെ ഉള്ള ആ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ആ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അത് എന്നിട്ട് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. ഇത്രയും തിക്നെസ്സേ പാടുള്ളൂ. നന്നായിട്ട് കുറുകി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് 2 മുട്ട ഒഴിച്ചു കൊടുക്കണം.
2 മുട്ട ഞാൻ കണ്ടോ ഇതുപോലെ 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ മുട്ട അതിനകത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ആ ചൂടിൽ കിടന്ന് മുട്ടയൊക്കെ ഇങ്ങനെ വെന്തോളും. ആ മുട്ടയും ഈ പരിപ്പും ആ മുളപ്പിച്ച പയറും ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നല്ലൊരു, പിന്നെ സ്പൈസസിൻ്റെ എല്ലാം കൂടെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഞാനത് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മളതിനകത്ത് കുറച്ച് കസൂരി മേത്തിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ അത് ഇങ്ങനെ കുറുകിയിരുന്നാൽ മതി, ഒത്തിരി ഗ്രേവി വേണ്ട. നല്ല സോഫ്റ്റ് ചപ്പാത്തിയിലൂടെ നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പും മുളപ്പിച്ച പയറും മുട്ടയും കൂടെ ഉള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നെ യൂട്യൂബിൽ തന്നെ എനിക്ക് നിങ്ങളുടെ കമൻസും അറിയിക്കണം. എന്നാലേ എനിക്കത് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാനിപ്പോൾ കറിയൊക്കെ റെഡിയായി. നമുക്കിനി അതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സെർവിങ് ബൗൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ചൂട് കറിയുടെ മുകളിൽ നല്ല ബട്ടറും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആ ബട്ടർ ഇങ്ങനെ അലുത്തിങ്ങനെ വരുമ്പോൾ ആ സ്പൂണോട് കൂടി ആ ബട്ടറോട് കൂടി എടുത്ത് കഴിക്കുമ്പോഴാണ് ഈ കറിക്ക് ഭയങ്കര സ്വാദുള്ളത്. അപ്പോൾ ആ ബട്ടറിൻ്റെ നല്ല ഫ്രഷ് ടേസ്റ്റ് ആ കറിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇത് ബെസ്റ്റ് കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കറി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ വലിയ വിഷമോ ഇല്ല, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയുമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടത്.